പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിവരങ്ങൾ നൽകുന്നത്. രാഹുൽ, മാങ്കൂട്ടത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കില്ല എന്നുള്ളതാണ്. ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ല എന്നാണ് വനിതാ കമ്മീഷൻ പറയുന്നത്. പരാതി ലഭിച്ചാൽ നടപടി ഉണ്ടാകും എന്നാണ് വനിതാ കമ്മീഷന്റെ നിലപാട്. 2 ശബ്ദരേഖയാണ് ഇക്കാര്യത്തിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ ശബ്ദരേഖയിലെല്ലാം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പരാതിയിലേക്ക്, കേസിലേക്കൊക്കെ നീങ്ങേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ രാഹുലിൻ്റെതായി പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ കടുത്ത അധിക്ഷേപ പരാമർശങ്ങൾ തന്നെയാണ് വരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ നേരിട്ട് കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ നിലപാട്. പ്രസാദ്, തുടരാം. സ്വാതി, 2 ഓഡിയോകളാണ്, 2 ശബ്ദരേഖകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ശബ്ദരേഖ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ ഇടപെടുമോ എന്നുള്ളതായിരുന്നു നമ്മൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയോട് ചോദിച്ചിരുന്നത്. അതിനവർ നൽകിയിട്ടുള്ള മറുപടി, നിലവിൽ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല, പരാതി ലഭിച്ചാൽ മാത്രമാണ് ഇതിനകത്ത് നടപടിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത്. മറ്റൊന്ന്, സാധാരണഗതിയിൽ ഇത്തരം പരാതികൾ ഉയർന്നു വന്നാൽ വനിതാ കമ്മീഷൻ ഇടപെടാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്.